പെരുന്നയിലെ പോപ്പ് സുകുമാരൻ നായർ ഡൽഹി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡൽഹിയിൽ ഇയാൾക്ക് പോകാൻ ഒരു ഇടമില്ല. പക്ഷേ ഡൽഹിയിൽ ഇനി മന്നത്തപ്പന് സ്മാരകമുണ്ട്. സ്മൃതിമണ്ഡപം ഉണ്ടായിരിക്കുന്നു, മന്നത്തിൻ്റെ പ്രതിമ ഉണ്ടായിരിക്കുന്നു. അവിടെ ആർക്കും ചെല്ലാം, എല്ലാവർക്കും വരാമെന്നൊരു സ്ഥലമായി ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ്റെ സ്മാരകം ദില്ലിയിലുണ്ടായിരിക്കുന്നു. പെരുന്നയിലെ സ്മാരകവും കെട്ടിപ്പിടിച്ചിരിക്കുന്ന പെരുന്ന പോപ്പിന് അവിടെ കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പെരുന്ന പോപ്പിനും കയറാം. ഇയാളാണല്ലോ ഇയാൾ ഇരിക്കുന്നിടത്ത് ഒരാളെയും കയറ്റില്ല എന്ന് പറയുന്നത്. ഇന്നലെ ഡൽഹിയിൽ മന്നം സ്മാരക പ്രതിമയുണ്ടാക്കിയിരിക്കുന്നു, സ്മൃതി മണ്ഡപം ഉണ്ടായിരിക്കുന്നു. പെരുന്നയിൽ കയറരുത് എന്ന് സുകുമാരൻ നായർ വിലക്കിയ ഉപരാഷ്ട്രപതി തന്നെ അത് ഉദ്ഘാടനം ചെയ്തു. കൂടെ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി അവിടെ കേട്ടതില്ലല്ലോ. പക്ഷേ NSSനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു പ്രസംഗം ഉപരാഷ്ട്രപതി ഇന്നലെ ഡൽഹിയിൽ നടത്തി. ശ്രീനാരായണ ഗുരുദേവനെയും മന്നത്ത് പത്മനാഭനെയും മാറ്റി നിർത്തി കേരളത്തിൽ സനാതന ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. കേരളത്തിൽ സനാതന ധർമ്മത്തിന് അടിത്തറ പാകിയ രണ്ടു മഹാരഥികളാണ് ഗുരുദേവനും മന്നത്ത് പത്മനാഭനും മന്നത്തപ്പനും എന്നാണ് ഉപരാഷ്ട്രപതി പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, മന്നത്ത് സ്മൃതി മണ്ഡപം എല്ലാവർക്കും വരാനുള്ള ഇടമാണ്, ഇതെല്ലാവർക്കും വരാം, ഏത് സുകുമാരൻ നായർക്കും ഈ മന്നം സ്മൃതി മണ്ഡപത്തിൽ വരാം. മാത്രമല്ല, ഞാൻ NSSൻ്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ്, ഞാനാണ് എല്ലാം എന്ന് ആരും കരുതരുത്. ഞാൻ സെക്രട്ടറിയാണ്, ഞാൻ ട്രസ്റ്റിയാണ്, ഞാൻ പ്രസിഡൻ്റാണ് എന്നൊക്കെ വിചാരിച്ച് ആരെയും വിലക്കരുത്, ആരും ഇങ്ങോട്ട് വരരുത് എന്ന് പറയരുത്. കാരണം എല്ലാവരെയും ഉൾക്കൊണ്ട ഒരു മഹാവ്യക്തിത്വമായിരുന്നു മന്നത്തപ്പൻ. നമ്മൾ ഓർക്കുന്നില്ലേ വൈക്കം സത്യാഗ്രഹം? വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ അമ്പല വഴികളിലൂടെ നായ്ക്കും പൂച്ചയ്ക്കും വരെ നടക്കാൻ അവകാശമുണ്ടായിരുന്ന കാലത്ത് പതിതവർഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക്, അധസ്ഥിതർക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട കാലത്താണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സവർണ ജാഥ നടത്തി മന്നത്ത് പത്മനാഭൻ. ആർക്കും ഒരിടത്തും വിലക്ക് പാടില്ല എന്ന് പറഞ്ഞ മഹാനായ യോഗിയാണ് മന്നത്തപ്പൻ. അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ ആര് കയറണം ആര് കയറണ്ട എന്ന് തീരുമാനിക്കാൻ ഒരു കാവൽ പട്ടി ഇരിക്കുന്നു. അത് കുരയ്ക്കുകയാണ്. ചില ആളുകളെ കാണുമ്പോൾ അതിന് ഭ്രാന്ത് വരും. ചില ആളുകളെ കാണുമ്പോൾ അത് പോയി അവരുടെ പാദം നക്കിക്കൊടുക്കും. ഞാൻ ആ പേരുകളൊന്നും പറയുന്നില്ല. ആരോടാണ് മമത, ആരോടാണ് പക എന്നറിയാം. കാരണം പക ഉള്ള ആളുകൾ ഇയാൾക്ക് വേണ്ടുന്ന വിടുപണി ചെയ്യുന്നില്ല, ഇയാൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്യുന്നില്ല, ഇയാളെ കാണുമ്പോൾ നട്ടല് വളഞ്ഞ് നിൽക്കുന്നില്ല. അതുകൊണ്ട് ഈ കാവൽ നായ കുരച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ മഹാനായ മന്നത്തപ്പൻ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. എല്ലാവരെയും സ്വീകരിക്കുക, എല്ലാം സ്വാംശീകരിക്കുക, എല്ലാവർക്കും ഒത്തുചേരാവുന്ന ഇടം എന്നു കണ്ട മഹർഷി തുല്യനായ ഒരു മഹാനായ മനുഷ്യൻ്റെ ഭൗതിക ദേഹം സംസ്കരിച്ച സ്ഥലത്ത് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ, ഒന്ന് കൈകൂപ്പി വണങ്ങി നിൽക്കാൻ ആഗ്രഹിച്ചു വരുന്ന ആളുകളെ ആട്ടിപ്പായിക്കുന്ന നെറുകേടിൻ്റെ രൂപമുണ്ടല്ലോ, രണ്ടു കാലിൽ നടക്കുന്ന രൂപം, അതാണ് സുകുമാരൻ നായർ. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആക്ഷേപിച്ചു. ഉപരാഷ്ട്രപതി പെരുന്ന NSS ഹിന്ദു കോളേജിൻ്റെ ഗ്രൗണ്ടിൽ, ഞാൻ പഠിച്ച കോളേജാണ്, ആ കോളേജിൻ്റെ മൈതാനിയിൽ ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് ഏതാനും മീറ്ററുകൾ മാത്രമേ ഉള്ളൂ ആ സമാധി മണ്ഡപത്തിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഈ അല്പനായ നികൃഷ്ടനായ മനുഷ്യൻ എന്താ പറഞ്ഞത്? ഇവിടെ വരാൻ പറ്റില്ല എന്ന്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയോട് എത്ര നീചമായ, ഈ സമുദായത്തിന് എത്ര വലിയ അവമതി ഉണ്ടാക്കിയ നടപടിയാണത്. അപ്പോഴാണ് അതേ ഉപരാഷ്ട്രപതി ദില്ലിയിൽ ഒരു സ്മാരകം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കയറാം, ആർക്കും കയറാൻ പാടില്ല എന്ന് ഒരിടത്തെക്കുറിച്ചും മന്നത്ത് പത്മനാഭൻ പറഞ്ഞിട്ടില്ല. ഞാനാണ് ജനറൽ സെക്രട്ടറി, ഞാനാണ് പ്രസിഡന്റ്, അതുകൊണ്ട് എനിക്കിഷ്ടമുള്ളവർ, ഞാൻ തീരുമാനിക്കുന്നവർ മാത്രമേ വരാമുള്ളൂ എന്ന് പറയുന്ന നെറികേടിനെയാണ് രാഷ്ട്രപതി പരസ്യമായി തുറന്നു കാണിച്ചത്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഇങ്ങനെ ഒരു വർത്തമാനം പറയേണ്ടി വന്നത്, പ്രിയപ്പെട്ട നായർ സമുദായ അംഗങ്ങളെ നിങ്ങൾ ആലോചിക്കണം. സമുദായത്തിന് വല്ലാത്ത കുറച്ചിലായി പോയില്ലേ? സമുദായത്തെ വല്ലാതെ ഇകഴ്ത്തി കാണിക്കുന്ന ഒന്നായി പോയില്ലേ? ഈ സമുദായത്തെക്കുറിച്ച്, ഈ സമുദായത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ കസേരയിൽ ഇരിക്കുന്ന ഒരാളെക്കുറിച്ച് ഇങ്ങനെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിക്ക് പറയേണ്ടി വന്നുവെങ്കിൽ അതിന്
ഇടയാക്കിയ സാഹചര്യം ഒന്ന് ആലോചിക്കണം. കാരണം അത്രമാത്രം അദ്ദേഹത്തിന് മുറിവേറ്റു ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിക്ക്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ രണ്ടാമത്തെ പൗരനാണ്. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ രാഷ്ട്രപതി ഇല്ലാതെ വന്നാൽ ആ പദവിയിലേക്ക് വരുന്ന ആളാണ്. ഉപരാഷ്ട്രപതി അവിടെ കയറണം എന്ന് തീരുമാനിച്ചാൽ ഉപരാഷ്ട്രപതിക്ക് അന്ന് അവിടെ കയറാൻ പറ്റുമായിരുന്നു. സുകുമാരൻ നായരല്ല, അതിനേക്കാൾ വലിയ നായർ വന്നാൽ ചെവിക്ക് പിടിച്ചെടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഇന്ത്യൻ സൈന്യം തന്നെ വേണ്ടി വന്നാൽ ഉപരാഷ്ട്രപതിക്ക് അവിടെ പ്രവേശനം നൽകുമായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും ഒരു സ്ഥലത്ത് കയറുന്നതിനും ആർക്കും വിലക്കാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ ഇടിച്ചു കയറി പോകേണ്ട കാര്യമുള്ളവരല്ല ഇന്ത്യയുടെ മഹനീയ പദവികളിലിരിക്കുന്നവർ. ആ പദവിക്കൊരു വിലയുണ്ട്. ആ പദവിയേക്കാളും വലുതാണ് താനെന്ന് കരുതുന്ന ചില വിഡ്ഢിവേഷങ്ങൾ. ചെവിയിൽ കൂടെയുള്ള നായർക്ക് ബോധവും കൂടി വേണം. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ആരെന്ന് പണ്ടൊരു പാട്ടുണ്ടായത് വെറുതെയാണെന്ന് തോന്നില്ല. കാരണം ചില ആളുകളുടെ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് ആ പാട്ട് ഓർമ്മ വരുന്നത് സ്വാഭാവികമാണ്. എന്നെ സംബന്ധിച്ച് ആ പാട്ട് എനിക്ക് ഓർമ്മ വരുന്നത് ഇദ്ദേഹത്തെക്കുറിച്ച് ഓർക്കപ്പെടാം. കാരണം എന്താണ് ഇദ്ദേഹം കാണിച്ചു കൂട്ടുന്നത്? കേരളത്തിലെ നായർ സമുദായാംഗങ്ങൾക്ക് മാത്രമല്ല, NSS എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് കേരളത്തിലെ ഹൈന്ദവ സമാജത്തിനാകെ ഉണർവുണ്ടാവേണ്ടതാണ്. ഉണർവുണ്ടായിട്ടുണ്ട്. ഓർമ്മിക്കുന്നില്ലേ? ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ പ്രവർത്തനങ്ങൾ ഹിന്ദു ഏകീകരണത്തിന് എത്ര വലിയ സംഭാവനയാണ് നൽകിയത്. രാമലക്ഷ്മണന്മാർ എന്ന പേരിലാണ് അവർ പ്രവർത്തിച്ചത്. ഇവർ വർഗീയത വമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ ചില ആളുകൾ അവരെ തകർക്കാൻ ശ്രമിച്ചു. അവരെ ഭിന്നിപ്പിച്ചു കേട്ടോ അവസാനം. കാരണം ഹിന്ദു മഹാമണ്ഡലം മതി, NSSും SNDP യോഗവും വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് അവരെത്തുമ്പോഴേക്കും അത് ഉണ്ടാക്കാൻ പോകുന്ന സാമൂഹിക പ്രത്യാഘാതം ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊക്കെ ഉണ്ടാകാൻ പോകുന്ന തകർച്ച കണ്ടിട്ടാണ് ശങ്കറയും മന്നത്ത് പത്മനാഭനെയും തമ്മിൽ തെറ്റിക്കുന്നത്. കേരളത്തിലെ ഹിന്ദു സമാജത്തിന് പറ്റിയ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു അത്. അതെന്തെങ്കിലും ആവട്ടെ. പക്ഷേ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന മഹാമനീഷിയെ അപമാനിക്കുകയാണ് ഓരോ നിമിഷവും. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹം ഇരുന്ന ആ മഹത്തായ കസേരയിൽ ഇരുന്നിട്ടാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അതിനാണ് ഡൽഹിയിൽ മറുപടി കിട്ടിയത്. ഇപ്പോൾ വീണ്ടും പോപ്പിൻ്റെ മറുപടി വന്നിട്ടുണ്ട്. അവിടെ ഈ ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും പറഞ്ഞതൊക്കെ ഞാൻ തള്ളുന്നു. ഇയാൾ ആര് തള്ളാൻ? ഉപരാഷ്ട്രപതി എവിടെ കിടക്കുന്നു? ഈ പെരുന്നയിൽ നായർ സമുദായത്തിൻ്റെ പോലും ഭൂരിപക്ഷത്തിൻ്റെ അംഗീകാരമില്ലാത്ത സുകുമാരൻ നായർ എവിടെ ഇരിക്കുന്നു? ഏതായാലും ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രി സതീശനെ എനിക്കിഷ്ടമാണ്. പക്ഷേ സതീശനോട് എനിക്ക് വല്ലാത്ത ആരാധന കൂടിപ്പോയത് ഈ മനുഷ്യനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറ്റത്തില്ല എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ്. അതൊരു വല്ലാത്ത തീരുമാനമായിരുന്നു. ആ തീരുമാനം വളരെ നല്ലതാണ്. പിന്നെ സതീശൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സുകുമാരൻ നായരെ കയറ്റത്തില്ല, എന്നാൽ പിന്നെ വേറെ ചിലരെ കയറ്റും, മുസ്ലിങ്ങളെ കയറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എതിർപ്രചരണം നടത്തിയവരുണ്ട്. ഞാൻ അങ്ങനെയും വിശ്വസിച്ചില്ല. കാരണം ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാരെ സതീശൻ കണ്ടു. അതിന് പേരിൽ വാളെടുത്തുകൊണ്ട് ചില മുസ്ലിം സംഘടനകളും ഇടതുപക്ഷക്കാരും വരുന്നുണ്ട്. ഹിന്ദു ഐക്യവേദി ഈ നാട്ടിലുള്ള ഒരു ബഹുജന പ്രസ്ഥാനമാണ്. അവരെ കണ്ടൂടെ? ഈ നാട്ടിലുള്ള ആര് വന്നാലും, ഞാൻ പറയുന്നത് പോപ്പുലർ ഫ്രണ്ടുകാർ നിരോധിച്ചിരിക്കുക, SDPക്കാർ വന്നാലും സതീശൻ കാണണമെന്നേ. കാരണം നാട്ടിലുള്ള എല്ലാവർക്കും എല്ലാവരെയും കാണാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ആരെ കാണുന്നു എന്നത് ഒരു പ്രശ്നമേ അല്ല. ആർക്കും മുഖ്യമന്ത്രിയെ കാണാം. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിലെ ലീഗുകാരുടെ, കേരളത്തിലെ വെൽഫെയർ പാർട്ടിക്കാരുടെ, കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ, കോൺഗ്രസ്സുകാരുടെ, CMPക്കാരുടെ ഒക്കെ മാത്രമാണോ? അല്ലല്ലോ. മുഖ്യമന്ത്രി എൻ്റെ മുഖ്യമന്ത്രിയാണ്, നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. നമുക്കും നമ്മുടെ സംഘടനകൾക്കും ഈ നാട്ടിലെ ഏത് പൊതു പ്ലാറ്റ്ഫോമിലുള്ളവർക്കും മുഖ്യമന്ത്രിയെ അദ്ദേഹം അനുവദിച്ചാൽ കാണാനുള്ള അവകാശമുണ്ട്. കാണുകയും വേണം. അതാണ് എൻ്റെ മര്യാദ. പക്ഷേ മന്നത്ത് പത്മനാഭൻ്റെ പേരിലുള്ള സ്ഥാപനം സുകുമാരൻ നായർ കരുതുന്നത് അയാളുടെ ഭാര്യയുടെ വീട്ടിൽ ഇത് സ്ത്രീധനമായിട്ട് കിട്ടിയതാണെന്ന്. അങ്ങനെയൊന്നുമല്ല. ഈ നാട്ടിൽ നായർ വൃദ്ധജന സംഘം എന്ന് പറയുന്ന സംഘടനയാണ് പിന്നീട് NSS ആയിട്ട് മാറിയത്. അതായത് നാട്ടിലുള്ള ആളുകൾ പണം കൊടുത്തും അരി പിരിച്ചും കെട്ടുതെങ്ങ് സംഭാവന ചെയ്തും അങ്ങനെയൊക്കെയാണ്. എനിക്ക് ഈ വടക്കുള്ളവർക്കൊക്കെ അറിയാവുന്ന എനിക്കറിയില്ല. എൻ്റെ നാട് മുതൽ തെക്കോട്ട് കെട്ടുതെങ്ങ് സംഭാവനയായിട്ട് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അതായത് വീട്ടിലെ ഒരു തെങ്ങ്, അതിൽ നിന്നുള്ള വരുമാനം, 1-2 തെങ്ങ്, അതിൽ നിന്ന് വരുമാനം ഇന്ന ആൾക്ക്, ഒന്നുകിൽ സമുദായത്തിന്, കരയോഗത്തിന് എന്ന് പറഞ്ഞ് കൊടുക്കും. അങ്ങനെയൊക്കെ ആർജിച്ച പണം കൊണ്ടാണ് സുകുമാരൻ നായരെ താനിരിക്കുന്ന ആ മണിമന്ദിരം ഉണ്ടായത്. അതുണ്ടാകാനുള്ള പ്രചോദനം, ഊർജപ്രവാഹം എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ഭാരതകേസരിയായ മന്നത്തപ്പൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും
ഒരുമിപ്പിച്ച് കൊണ്ടുപോകണം, മുഴുവൻ ഹിന്ദുക്കളെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ച ആളാണ്. ഇയാളോ, ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പാക്കാനുള്ള വേദിയായി NSSനെ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് മന്നത്താചാര്യൻ, അതുകൊണ്ടൊരു ഗുണമുണ്ടായി. മന്നത്തപ്പന് ഡൽഹിയിൽ ഇപ്പോൾ ഒരു പ്രതിമ വന്നിരിക്കുന്നു, സ്മൃതി മണ്ഡപവും വന്നിരിക്കുന്നു. ഇനി മന്നത്തിന് ആദരവ് അർപ്പിക്കാൻ കാവൽപ്പട്ടി കുരച്ചു വിലക്കുന്നവർക്ക് ധൈര്യമായി രാജ്യ തലസ്ഥാനത്ത് പോകാം, അവിടെ ആദരവ് അർപ്പിക്കാം, അവിടെ പ്രാർത്ഥിക്കാം. അതൊരു വലിയ നേട്ടമാണ്. ഡൽഹിയിൽ ഭാരതകേസരി മന്നത്ത് പത്മനാഭന് ഒരു വലിയ സ്മാരകമുണ്ടാകാൻ ഒരുപക്ഷെ ധിക്കാരിയായ ജനറൽ സെക്രട്ടറിയുടെ നടപടികൾ കാരണമാകുന്നുവെങ്കിൽ അത് മന്നത്തപ്പൻ്റെ തീരുമാനമാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും പുതിയ വർത്തമാനങ്ങളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.